നമസ്കാരം. FP എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ബുണ്ടസ് ലീഗയിലും അതുപോലെ തന്നെ ലീഗയിലും കുറച്ച് മാച്ചുകൾ നടന്നിരുന്നു. അതിൽ അത്ലറ്റിക്കോ മാച്ചിൽ നിന്ന് ഞാൻ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ബുണ്ടസ് ലീഗയിലോട്ട് കിടക്കാം. ബട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അത്ലറ്റിക്കോ ഇന്നലെ ഗെറ്റാഫിനെ 1-0 തോൽപ്പിച്ചിരുന്നു ഈ മാച്ചിൽ. അതിൽ അത്ലറ്റിക്കോ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ബാക്ക് 3 പോയി അത്യാവശ്യം റെസ്റ്റൊക്കെ കൊടുത്തിരുന്നു. പ്യൂബിളിനെയും അതുപോലെ ലെങ്ലെറ്റിനെയും ഗിമിനസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ടിൽ സൊർലോത്തും അലക്സ് ബെയ്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നോക്കുവാണെങ്കിൽ ലുക്മാൻ, അൽവാറസ്, ഗ്രീസ്മാൻ ഇവരെല്ലാം റെസ്റ്ററായിരുന്നു. അൽമാഡ വന്നു, കൊക്കെ വന്നു മിഡ്ഫീൽഡിലോട്ട്. അതുപോലെ നിക്കോ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്തു, മൊളീന സ്റ്റാർട്ട് ചെയ്തു. മിക്ക മെയിൻ പ്ലേയേഴ്സിന് ലോറൻഡയ്ക്ക് റെസ്റ്റ് കൊടുത്തു, അതുപോലെ തന്നെ ഹാങ്കോക്ക് റെസ്റ്റ് കൊടുത്തു. ധാരാളം റൊട്ടേഷൻസൊക്കെ നടത്തി. ഈ ഒരു മത്സരത്തിൽ മൊളീനയുടെ ഒരു 1.5 വേൾഡ് ക്ലാസ് ഗോളിലൂടെയാണ് അത്ലറ്റിക്കോ ലീഡ് എടുക്കുന്നത്. നിങ്ങളാണ് അവർ കൊടുക്കുന്നത്. ഇപ്പം നിക്കോ ഗോൺസാലസിൻ്റെ പാസ് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മൊളീനെ ചാടിക്കയറി പിടിച്ചിട്ട് അവിടുന്ന് ഒരു 1.5 ഷോട്ട് എടുക്കുകയാണ്. അത് ഗോൾ കയറുകയാണ്. ഗോൾ കീപ്പർ ഭയങ്കര ലേറ്റായിട്ടാണ് കാണുന്നത്, റിയാക്ട് ചെയ്യുന്നവരും പുള്ളി പ്രതീക്ഷിച്ചില്ല അവിടുന്ന് ആ ഒരു ഷോട്ട് വരും എന്നുള്ള കാര്യം. കിടിലനായിട്ടൊരു ഫിനിഷ് 1-0. ഈസിലി ഫസ്റ്റ് ഹാഫിൽ ഗെറ്റാഫെ വാസ് ഡൂയിങ് നത്തിങ്. ഈസിലി അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 4-0 ഇപ്പം 3-0 4-0 ഒക്കെ ആക്കായിരുന്നു അത്ലറ്റിക്കോ. അമ്മാതിരി ചാൻസുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. മൂസോയ്ക്ക് കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ പക്കാ KG ആയി. മാച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വിസിബിളാണ്. അത്ലറ്റിക്കോ 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 3 മിസ് ചെയ്തു. അപ്പുറത്ത് അവർ 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 4 മിസ് ചെയ്തു. അതെല്ലാം വന്നത് സെക്കൻഡ് ഹാഫാണ്. ആൻഡ് സെക്കൻഡ് ഹാഫ് പ്രോപ്പർ ബോർദാലസ് വേഴ്സസ് സിമിയോണി എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് വന്നു. രണ്ട് ടീമും ഡിഫെൻസീവ്ലി ഓപ്പൺ ആവുക എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. സാധാരണ ഇവർ രണ്ടുപേരും വരുമ്പോഴേക്കും നമുക്കറിയാം കുറച്ച് പക്ക ഗ്രൈൻഡിങ് ആവും, ഇതാവുന്നൊക്കെയാണുള്ളത്. ബട്ട് ബോർദാലസ് ഇന്നലെ ഗെറ്റാഫെ ഒരിക്കൽ രീതിയൊക്കെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ദേവർ ഓപ്പൺ. അവർക്ക് മോമെൻറ്റ്സ് അത്ലറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ പക്ക KG ആണ്. എല്ലാത്തിനെയും തുടക്കം ഇവിടുന്നാണ്. നമ്മൾ നോക്കാനായിട്ടാണ് സൊർലോത്തിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ കയറി അവരുടെ ഒരു പ്ലെയറെ പിടിക്കുന്നത്. ആൻഡ് ഹി വാസ് ഗീവൺ എ റെഡ് കാർഡ് ഫോർ ദാറ്റ്. അവിടെ സൊർലോത്ത് അവനെ പിടിച്ച് വലിച്ച് താഴെ ഇടുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷനായിട്ട് സൊർലോത്തിന് ഈസിലി റെഡ് കിട്ടിയേനെ, പക്ഷേ ആൾക്ക് എലോ കൊടുക്കുകയാണ്. സൊർലോത്ത് എലോയിൽ നിൽക്കുന്ന മറ്റൊരു മൊമെൻറ്റിൽ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൊർലോത്ത് കൈ വന്ന് അവരുടെ ഒരു പ്ലെയറിൻ്റെ മോന്തയ്ക്ക് ഇടിക്കുക. അവൻ്റെ പ്ലെയറിൻ്റെ മോന്തയിൽ നിന്ന് ചോര വരുന്നൊരു സിനാരിയം വന്ന് വായുടെ അവിടെ പൊട്ടിയിട്ട്. ബട്ട് സൊർലോത്തിന് അവിടെ സെക്കൻഡ് എലോ കാർഡ് കൊടുക്കുന്നില്ല. ആ സെക്കൻഡ് എലോ കാർഡ് ഓക്കെ മേ ബി നമുക്ക് ആർഗ്യം അതാ നാച്ചുറൽ മൂവ്മെൻറ്റ് റൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൈ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടിച്ചാന്ന് നോക്കാം. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം ഈ മോന്തയ്ക്ക് ചോര വന്ന് അതായത് വായിൽ കൈ ഇടിച്ചില്ല, അവനെ യെല്ലോ കാർഡ് കൊടുത്തു. അവനാണെങ്കിൽ ആക്ട് ചെയ്താണെന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുക, കോൺടാക്റ്റ് ഇല്ലാതെ അങ്ങനെ ചോര വരും. സോ ആ യെല്ലോ കാർഡ് കൊടുത്ത് എന്തിനാന്ന് മനസ്സിലായില്ല. പിന്നെ വാർഗാസിനെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് മിഡ്ഫീൽഡിൽ. വാർഗാസിന് ഈസിലി ഈ ഒരു ചാലഞ്ചിന് റെഡ് കാർഡ് കൊടുക്കായിരുന്നു, പക്ഷേ അവിടെ യെല്ലോ കിട്ടി, ആൾ രക്ഷപ്പെടുകയാണ്. സോ ഇങ്ങനെ രണ്ട് KG ആയി. സൊർലോത്ത് എഡ്ജിലായിരുന്നു. സൊർലോത്തിനെ അവന്മാരെ ഗെറ്റാഫെ പ്ലേയേഴ്സ് എന്ന് ആവേശം കയറ്റുമായിരുന്നു. ആളെ അവസാനം മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാറ്റുന്ന സമയത്തും ആളുടെ അരികിൽ ചെന്ന് അവന്മാർ കലിപ്പ് കയറ്റുവാണ്. എങ്ങനെയും ഒന്ന് വാശി കയറ്റി റെഡ് കാർഡ് കിട്ടാൻ നമുക്കറിയാലോ. പീക്ക് എന്നാ പറയുക, കെയോട്ടിസായിട്ട് സ്പീക്കായിരുന്നു സെക്കൻഡ് ഹാഫ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ മൂസോട് അന്യായ സേവുകളും അവരുടെ സിറ്റർ മിസ്സുകളും എല്ലാം ഉൾപ്പെടെ എങ്ങനെയൊക്കെ ഇപ്പോൾ അപ്പുറത്ത് ഗ്രീസ്മാൻ്റെ സിറ്റർ മിസ്സുകൾ വന്നു. ഗ്രീസ്മാനും അൽവാറസും ലുക്മാനും മറ്റുമൊക്കെ ഇപ്പോൾ പ്യൂബിളിനെയൊക്കെ മാറ്റിയിട്ട് വേറെ ചേഞ്ചുകളൊക്കെ പിച്ചിലോട്ട് വന്നു. എനിക്ക് തോന്നുന്നു ലോറൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു വന്നായിരുന്നു തോന്നുന്നു. സോ അതിനുശേഷം 1-2-3 ചാൻസുകളോട് അടുത്ത് ക്രിയേറ്റ് ചെയ്തു. ഗ്രീസ്മാൻ ഇറങ്ങിയതിന് ശേഷം ഈസിലി 2-3 അടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് ഒരു സിറ്റർ മിസ്സും മറ്റേ 2 ഒരു ഹാഫ് ചാൻസുകളായിരുന്നു. പക്ഷെ അപ്പുറത്ത് അവർക്കും ഈസിലി ഈ ഗെയിം അടിക്കാൻ. സോ ഈ സ്കോർ മേ ബി 1-0 സ്ഥാനത്ത് ഇതൊരു 4-3 മാച്ച് ഈസിലി ആവായിരുന്നു. സോ പക്ക സെക്കൻഡ് ഹാഫ് പക്ക എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു പറയാതിരിക്കാം. ഞാൻ അത്ലറ്റിക്കോ 1-0 വിന്നായിട്ട് പോയി. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഡിഫെൻസീവ്ലി സെക്കൻഡ് ഹാഫ് അത്ലറ്റിക്കോ പെർഫോമൻസ് റിയലി വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ടോട്ടനാമിന് അഗേൻസ്റ്റ് വരുമ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലൈനപ്പ് ആയിരിക്കും, കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കും. ബട്ട് ലീഗിൽ ഇവർ ഈ ഫോക്കസ് വിടുന്നത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വിടുന്നത് കൺസേണിങ് ആയിട്ടൊരു കാര്യമാണ്. അവിടുന്ന് മറ്റൊരു മാച്ചിൽ കൊണ്ടുവരാനാണ് പക്ക കെയോട്ടിസവും പക്ക എല്ലാം എന്നാ പറയുക റെഡ് കാർഡ്സ്, പിന്നെ വിവാദങ്ങൾ ധാരാളം നിറഞ്ഞ മറ്റൊരു മത്സരം ലെവർകൂസൻ അഗെയിൻസ്റ്റ് ബയൺ 1-1 സമനിലയെ പിരിഞ്ഞു. സോ ബയൺ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. സ്ട്രോങ് ലൈനപ്പ് തന്നെയാണ് ഇറക്കിയത്. ഇപ്പം ലൂയിസ് ഡിയാസ് സ്റ്റാർട്ട് ചെയ്തു. ഹാരി കെയ്ൻ ബെഞ്ചിൽ നിന്ന് വന്നു. ഹാരി കെയ്ൻ നമുക്കറിയാം ചെറിയൊരു കാഫ് ഇഞ്ചറി ആയിട്ട് നിൽക്കുകയാണ്. ബെഞ്ചിൽ നിന്ന് വന്നു. നിക്കോളാസ് ജാക്സൺ സ്റ്റാർട്ടഡ്, ഒലീസെ സ്റ്റാർട്ടഡ്, പൗലോവിച്ചും കിമ്മിച്ചും സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫുൾ ബാക്സ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റാനിസിച്ചും ലെയ്മറും ആയിരുന്നു. സെൻറ്റർ ബാക്ക് ജൊനാഥൻ ഉപ്പമയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തു. സോ കാൾ സ്റ്റാർട്ട് ചെയ്തു. നമ്പർ 10 ഗ്നാബ്രി യൂസ് ചെയ്തതിൽ ഈ മാച്ചിൽ ബെഞ്ചിലായിരുന്നു, അൺയൂസ് സബ്ബായിരുന്നു. ഐ തിങ്ക് മേ ബി ഒരു റെസ്റ്റ് കൊടുത്തായിരിക്കണം. ഇനി
എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ അറ്റ്ലാന്റ സെക്കൻഡ് ലെഗ് നമുക്കറിയാം ഓൾമോസ്റ്റ് ഡൺ ആണ്. സെക്കൻഡ് ലെഗ് ബേസിക്കലി ആൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഗ് മാച്ചാണ് ലെവർകൂസൻ നമുക്കറിയാം ആർസണൽ അഗൈൻസ്റ്റ് സ്ട്രോങ് പെർഫോമൻസ് കൊടുത്താണ് വരുന്നത്. ആൻഡ് ലെവർകൂസൻ ഈ മാച്ച് ഈസിലി ഈ 1-1 സ്ഥാനത്ത് 3-1 4-1 ആക്കായിരുന്നു. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ കാണാം 5 ബിഗ് ചാൻസ് ആണ് ലെവർകൂസൻ ക്രിയേറ്റ് ചെയ്തത്, 5 അത് ഫുൾ ആവുമാർ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നിക്കോളാസ് ജാക്സൺ ഇപ്പം ആദ്യം തന്നെ ലൂയിസ് ഡിയാസിൻ്റെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് പോയാണ് അവരൊരു ഗോൾ സ്കോർ ചെയ്യുന്നത്, എലിക്സ് ഗാർസിയ സ്കോർ ചെയ്യുന്നത്. പിന്നീട് നിക്കോളാസ് ജാക്സൻ്റെ ഒരു ഫൗൾ നമ്മൾ കാണുവാണ്, ആൾക്ക് റെഡ് കാർഡ് കൊടുക്കുന്നു, 10 പേരുമായിട്ട് ബയൺ ചുരുങ്ങുന്നു. ഇവിടെ ഒന്നും ഒരു വിവാദമില്ല. അതിന് ഇവർ ആ ഫസ്റ്റ് ഗോൾ അടിച്ചതിന് ശേഷം തായിലൂടെ ഒരു ഗോൾ തിരിച്ചടിക്കുന്നുണ്ട്, അത് റൂൾ ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ട് ഹാരി കെയ്ൻ വരുന്ന സിറ്റുവേഷൻ വരുന്നു, ഇങ്ങനത്തെ സിനാരിയോ എല്ലാം വരുവാണ്. ഹാരി കെയ്ൻ ഇറങ്ങിയ ഉടനെ അവരുടെ ഗോൾ കീപ്പറിൻ്റെ ഒരു മിസ്റ്റേക്ക്, ആൾ ക്ലിയർ ചെയ്യാൻ നോക്കുന്നത് ഹാരി കെയ്ൻ്റെ ദേഹത്തിരിച്ച് ഗോൾ കയറുന്നുണ്ട്. പക്ഷേ അത് ഹാരി കെയ്ൻ്റെ ഹാൻഡ് ബോൾ ആണെന്ന് പറഞ്ഞ് റൂൾ ഓഫ് ചെയ്യുന്ന ആ ഗോൾ 1-1 ആക്കുന്നതായിട്ടുള്ള സിനാരിയോ. പിന്നീട് അവരുടെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒലീസയിലോട്ട് കൊടുത്തൊരു അവർ ബാക്കിലോട്ട് പാസ് കൊടുത്ത നേരെ ഒലീസയിലോട്ടായി പോയി, അതെടുത്തുകൊണ്ട് ഒലീസ പോയി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൂയിസ് ഡിയാസ് 1-1 ആക്കും. പിന്നീടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ലൂയിസ് ഡിയാസ് ഈ ഒരു ചാലഞ്ചിന് യെല്ലോ കാർഡ് കിട്ടി. പിന്നീട് അത് നേടുന്ന 74 മിനിറ്റിൽ മറ്റാണ്. പിന്നീട് 80 മിനിറ്റിൽ അങ്ങാണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഹാരി കെയ്ൻ ലൂയിസ് ഡിയാസിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ആളെ അവിടെ വന്ന് ഗോൾ കീപ്പറായിട്ട് ചെറിയൊരു കോൺടാക്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ചെറിയൊരു കോൺടാക്ട് ഉണ്ട്, അത് വീഴാനായിട്ടുള്ള കോൺടാക്ട് ഉണ്ടോ നമുക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ചെറിയൊരു കോൺടാക്ടിന് ലൂയിസ് ഡിയാസ് ഫെൽത്ത് ആൻഡ് ഫെൽ ഗ്രൗണ്ടിലോട്ട് വീണു. ആൻഡ് ഡൈവിങ്ങിന് ലൂയിസ് ഡിയാസിന് വന്ന് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്ത് 10 പേരുമായിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്കിനെ 9 പേരുമായിട്ട് ഓൾറെഡി നിക്കോളാസ് ജാക്സണിൽ 9 പേരുമായിട്ട് 80 മിനിറ്റിൽ ബയൺ മ്യൂണിക്കിനെ ആക്കി മാറ്റുക. സോ മേ ബി അവിടെ ആ പെനാൽറ്റി കൊടുക്കാതിരിക്കും, ആ കോൺടാക്ട് ഇനഫ് അല്ല എന്ന് പറഞ്ഞ് പെനാൽറ്റി കൊടുക്കാനായിരിക്കും. പക്ഷേ അത് ഡൈവിന് കൊടുത്തത് ഐ തിങ്ക് ഇറ്റ് വാസ് ആൻ അൺഫെയർ കോൾ. ചെറിയൊരു കോൺടാക്റ്റ് ഉണ്ട്, സോ ആ പ്ലെയറിന് ഡൈവ് ചെയ്യാനായിട്ടുള്ള കോൺടാക്റ്റ് ഫീൽ ചെയ്താൽ വീഴാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി. സോ അവിടെ സെക്കൻഡ് യെല്ലോ കാർഡ് ഡിസർവിങ് ആണെന്ന് ഐ ഡോണ്ട് നോ. ഇപ്പം VAR ഇപ്പം സെക്കൻഡ് യെല്ലോ കാർഡിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന റൂൾ വരികയാണ്, അത് വേൾഡ് കപ്പോട്ട് വരും. ഇപ്പോഴത് ഇൻസ്റ്റിൽ ആയിട്ടില്ല. സോ മേ ബി ലെറ്റ്സ് സീ. ആ റൂൾ വരേണ്ടത് എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണെന്നൊരു ഫീലുണ്ട്. കാരണം 9 പേരുമായിട്ട് ബയൺ മ്യൂണിക്ക് ചുരുങ്ങുകയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെവർകൂസൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, അത് മാർജിനലി ഓഫ് സൈഡ് ആയതുകൊണ്ട് റൂൾ ഓഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് മറ്റൊരു സിറ്റുവേഷനിൽ ക്വാൻഷയുടെ ഒക്കെ ഒരു സിറ്റർ മിസ്സാണ്. ഇവിടെ നിന്ന് എങ്ങനെ ക്വാൻഷ അത് കോൺടാക്ട് ചെയ്തില്ലെന്ന് എനിക്കറിയാം, ആളുടെ എഡ്ജിലെങ്ങാണ്ട് അടിച്ച് സൈഡിലോട്ട് പോകുമായിരുന്നു. സോ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തു ലെവർകൂസൻ. ആൻഡ് ലെവർകൂസൻ ഈസിലി ഇത് ജയിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പുറത്ത് ബയൺ വിൽ ഫീൽ ലൈക്ക് ഓക്കെ ഞങ്ങൾക്കൊരു അൺഫെയർലി ഞങ്ങളുടെ 2 പ്ലേയേഴ്സിനെ റെഡ് കിട്ടിയാൽ നിക്കോളാസ് ജാക്സൺ റെഡായിരുന്നു, ബട്ട് ലൂയിസ് ഡിയാസിൻ്റെ ആർഗ്യൂ ചെയ്യാവുന്നൊരു സിറ്റുവേഷനാണ്. മേ ബി ഹാരി കെയ്ൻ്റെ ആ ഗോൾ നമുക്ക് അവരെ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഹാൻഡ് അല്ല എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ പല മറ്റേ അവിടെ ഹാൻഡിൽ കൊണ്ടാണ് കയറുന്നതെങ്കിലും അങ്ങനെ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. സോ പല മൊമെൻറ്റ്സ് ലാസ്റ്റ് ആ ഓഫ് സൈഡിൻ്റെ കാര്യത്തിൽ ഇപ്പം ലെവർകൂസൻ്റെ ആ ഗോളാണെങ്കിലും ഭയങ്കര ടൈറ്റാണ്. മൊത്തം വിവാദങ്ങൾ നിറഞ്ഞൊരു മത്സരം. ബയൺ 1-1 സമനില പിടിച്ചു. ഐ തിങ്ക് വലിയ എഫക്റ്റ് ഒന്നും ആകാൻ പോകുന്നില്ല. ഓക്കെ, ഈ ഡബിൾ ഡിജിറ്റ് എന്നുള്ളത് സിംഗിൾ ഡിജിറ്റ് 9 പോയിൻ്റായി മാറിയെന്ന് തോന്നുന്നു ലീഗിലുള്ള ഡിഫറൻസ്. ബട്ട് ഐ തിങ്ക് ബയൺ ക്ലിയർലി ഫേവറേറ്റ്സ് തന്നെയാണ്. അപ്പുറത്ത് ബയൺ ഡ്രോ പിടിച്ചപ്പോഴേക്കും ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഓക്സ്ബർഗുമായിട്ട് 2-0 ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആഡിയാമി നേടിയ ഫസ്റ്റ് ഹാഫിൽ നേടിയ ഗോളും കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ലൈനപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ റെഗ്യാനി എന്ന് പറയുന്ന ഒരു 18 വയസ്സാണ് ഇറ്റാലിയൻ ഇൻ്റർനാഷണൽ, ആളുടെ സെക്കൻഡ് സ്റ്റാർട്ട് ഫോർ ബുണ്ടസ് ലീഗയിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് കിട്ടിയ ഒരു മത്സരത്തിൽ ആൾ ഇന്നലെ ആൻറ്റോണും സ്ട്രോട്ടർ ബാക്കിനോടൊപ്പം ബാക്ക് 3-ലാണ് കളിച്ചത്. ഫെലിക്സ് നമേച്ചായും സബിച്ചർ ആപ്പാടെ കംപ്ലീറ്റ്ലി മാറിപ്പോണ് സബിച്ചറും മറ്റുമൊക്കെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജോബ് ബെല്ലിംഗം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പ് ഫ്രണ്ട് ബയറും ആഡിയമിയും റയർസനും സെവിൻസനും ഫുൾ ബാക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ ഫസ്റ്റ് ഗോൾ ആഡിയമിലൂടെ ഫസ്റ്റ് ഹാഫ് സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഗോൾ റെഗിയാനി തൻ്റെ ഫസ്റ്റ് സീനിയർ ടീം ഗോൾ നേടിയൊരു മത്സരം. ചെക്കൻ ആകപ്പാടെ കെയോട്ടിക്കായിട്ട് റിയാക്റ്റീവ് ആയിരുന്നു. കോർണർ കിക്കിലൂടെ ഒരു ക്രോസിൽ ഹെഡറിലൂടെയാണ് ആൾ സ്കോർ ചെയ്തത്. 2-0 ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഈ മാച്ച് ജയിച്ചുകൊണ്ട് പോവുകയാണ്. സോ ഈ മാച്ചിലെ ഫസ്റ്റ് ഹാഫ് ആഡിയമി ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നീട് എങ്ങനെ ചാൻസുകൾ മിസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 4 ബിഗ് ചാൻസ് അവർ മിസ് ചെയ്യുന്നിരിക്കുന്നതാണ്, 5 ക്രിയേറ്റ് ചെയ്തിട്ട്. സോ മിസ് ആഫ്റ്റർ മിസ് ബയർ പോസ്റ്റിലടിക്കുന്നു, അതുപോലെ തന്നെ ആഡിയമി ബാറിലടിക്കുന്നു. സെക്കൻഡ് ഹാഫ് ആഡിയമിയുടെ സിറ്റർ മിസ്സുകൾ വരുന്നു. ധാരാളം മിസ്സുകൾ നടത്തിയ ഒരു മാച്ചാണ്. സോ കംഫർട്ടബിളി ബയൺ ജയിച്ചൊരു ഫിക്സ്ചറാണ്, ബൊറൂസിയ ഡോർട്ട്മുണ്ട് ജയിച്ചൊരു ഫിക്സ്ചറാണിത്. ലെറ്റ്സ് സീ, അവർ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ഫുൾ ഫോക്കസിന് ലീഗിലോട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം 9 പോയിൻ്റ് എന്നുള്ള ഗ്യാപ്പ് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്നില്ല എന്നുള്ളൊരു കാര്യം. യൂലിയൻ ബ്രാൻഡ് ഹാസ് എ റിയലി ഗുഡ് ഗെയിം. അതുപോലെ തന്നെ ഈ റെഗിയാനി എന്ന് പറയുന്ന ഡിഫൻഡറായിട്ട് കളിച്ച ചെക്കൻ, ഹി വാസ് ഓൾസോ റിയലി ഗുഡ്. ആഡിയമി നല്ലപോലെ കളിച്ച് ഈ മാച്ച്, പക്ഷേ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് ഗുറാസി ആണെങ്കിലും അവസാനം ഇറങ്ങിയതിന് ശേഷമൊക്കെ 1-on-1 സിറ്റർ മിസ്സൊക്കെ ഉണ്ടായിരുന്നു. സോ
ഈസിലി ഇത് കൂടുതൽ മാർജിന് ജയിക്കായിരുന്നു ഡോർട്ട്മുണ്ടിന്, പക്ഷേ 2-0 കംഫർട്ടബിളായിട്ട് ജയിച്ചു. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. സോ നമുക്കിനിയും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.